ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, പിന്നെ റൗണ്ടിങ് ഓഫ്, സയൻറ്റിഫിക് നോട്ടേഷൻസും. ഇത് മൂന്നും നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇത് പലവർക്കും കൺഫ്യൂസിങ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇതിൽ ഒരുപാട് റൂൾസ് ഒക്കെ കൊണ്ടിട്ടുണ്ട്. അതൊക്കെ മനപ്പാഠം പഠിച്ചിരിക്കുമ്പോഴേക്കും ഭയങ്കര കൺഫ്യൂസിങ് ആവാറുണ്ട്. ഞാൻ ഇത് ഇന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സൊക്കെ സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആ റൂൾസ് ഒന്നും കാണാപ്പാടം പഠിക്കണമെന്നേ ഇല്ല. സോ ഇന്ന് സിമ്പിളാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണെന്നാണ്. ദ സർട്ടൻ ആൻഡ് നെസസറി ഡിജിറ്റ്സ് ഇൻ എനി മെഷർമെന്റ് ഈസ് കോൾഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് എന്തെങ്കിലും ഒരു അളവെടുത്താൽ അതിൽ എന്തായാലും ആവശ്യമുള്ള ഡിജിറ്റുകളാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു സ്കെയിലോ എന്തെങ്കിലും ഒരു കട്ട എടുത്തു. 58.3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ അളവ് എന്ന് വെക്കുക. ഇതിൽ 58 ഇവിടെ എന്തായാലും നിർബന്ധമാണ്. അതാണ് ഇതിന്റെ മെയിൻ അളവ് എന്ന് പറയുന്നത്. സോ 58 ആണ് ഇവിടെ സേർട്ടൻ ആയിട്ടുള്ള ഡിജിറ്റ് ഇവിടെ 58 ആണ്. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ ഉള്ള 3 വന്നിട്ട് അൺസേർട്ടൻ ആണ്. അത് അവിടെ ഇല്ലെങ്കിലും വലിയ മാറ്റം വരുത്താൻ പോകുന്നില്ല, അല്ലേ? ഇവിടെ 58 ആണ് നമ്മുടെ സേർട്ടൻ ഡിജിറ്റ് എന്നതും 3 എന്ന് പറയുന്നത് അൺസേർട്ടൻ ആണ്. കാരണം ഈ 3 അവിടെ ഇല്ലെങ്കിലും വലിയ മാറ്റം വരാൻ പോകില്ല. പക്ഷെ ഈ 3 അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആക്യുറസി കൂടും. അതായത് ഈ ഒരു അളവിന്റെ ആക്യുറസി കൂടും. അതായത് വളരെ കറക്റ്റ് ആയിരിക്കും. ഈ വെറുതെ 58 എന്നുള്ളതിനെക്കാട്ടിലും 58.3 എന്ന് എഴുതുന്നതായിരിക്കും ഇത്തിരി ആക്യുറേറ്റ് ആയിരിക്കുക. അതുകൊണ്ട് ഇവിടെ എഴുതണം. ആവശ്യമില്ലെങ്കിൽ കൂടിയും നിർബന്ധമില്ല എങ്കിലും നമ്മൾ ഇവിടെ എഴുതും. കാരണം ഇത് ആക്യുറസി കാണിക്കും. അങ്ങനെ ആക്യുറസി കാണിക്കുന്ന രീതിയിൽ എഴുതണതിനാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുക. ഇവിടുത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് ഇവിടെ. നിങ്ങൾക്കിപ്പോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സർട്ടൻ ആൻഡ് നെസസറി ഡിജിറ്റ്സ് ഇൻ എനി മെഷർമെന്റ്. സർട്ടൻ ആയിട്ടുള്ള ആവശ്യമുള്ള എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറുകൾ, ഒരു അളവെടുത്തു എന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ ആവശ്യമുള്ള നമ്പറുകളാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുക. അടുത്തത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു നമ്പർ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. ഇതിന് കുറേ റൂൾസ് ഉണ്ട്. ബട്ട് ഞാൻ ആ റൂൾസ് ഇല്ലാണ്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. സോ അടുത്തതിലോട്ട് കിടക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് എല്ലാം നോൺ സീറോ. അതായത് ഇത് കാണിച്ചിട്ടാ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് സീറോ അല്ലാത്ത എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്നാണ് പറയുന്നത്. 255.8 എന്ന് ഞാൻ എടുത്തു. ഇവിടെ നമുക്ക് സീറോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നോൺ സീറോ ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പറയും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സീറോസ് വരുന്ന കേസാണ്. സീറോസ് ഇല്ലാത്ത കേസ് ഒന്നുമില്ല. സീറോ അല്ലാത്ത എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെയാണ്. സീറോ വരുന്ന കേസിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് നമുക്ക് വരും. എളുപ്പത്തിൽ പറഞ്ഞുതരാം. 0 3 തരത്തിൽ നിങ്ങൾക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ വരാൻ പറ്റും. പിന്നെ അവിടെ നിങ്ങൾക്ക് ലീഡിങ് സീറോസ് വരാം, ട്രാപ്പഡ് വരാം, ട്രെയിലിംഗ് വരാം. ഈ മൂന്നെണ്ണത്തിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ലീഡിംഗ് എന്ന് പറഞ്ഞാൽ 0 വെച്ച് തുടങ്ങണ നമ്പറുകൾ, ട്രാപ്പഡ് എന്ന് പറഞ്ഞാൽ 2 നോൺ സീറോ നമ്പറിന്റെ ഇടയിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റുകളുടെ ഇടയിൽ വരുന്നത്. ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ നോൺ സീറോ ഡിജിറ്റുകൾക്ക് ശേഷം വരുന്നത്. ഞാൻ ഇപ്പൊ പറയാം. ലീഡിംഗ് സീറോന് എക്സാമ്പിൾ പറഞ്ഞാൽ 0.328. ഞാനിപ്പോ 0.0328 എടുത്താൽ ഇവിടെ 0 വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങണത്. സോ ഇത് തന്നെ
ഈ സീറോസിനെ നമ്മൾ ലീഡിങ് സീറോ എന്ന് പറയും. ട്രാപ്ഡ് സീറോ എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയിൽ വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ 3007 എന്നൊക്കെ എടുത്ത് വയ്ക്കുക. ഇവിടെ രണ്ട് നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയിലാണ് നമുക്ക് സീറോ വരുന്നത്. സോ അതിനാണ് നമ്മൾ ട്രാപ്ഡ് സീറോ എന്ന് പറയുക. ട്രailing സീറോ എന്ന് പറഞ്ഞാൽ നോൺ സീറോ ഡിജിറ്റുകൾക്ക് ശേഷം വരുന്നതാണ്. 40500 എന്ന് എഴുതിയെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ട്രailing, ഇതാണ് നമ്മുടെ ട്രാപ്പഡ്, ഇതാണ് നമ്മുടെ ലീഡിങ്. ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി മുക്കാലും എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ലീഡിങ് സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഞാൻ ഇവിടെ കാണിക്കുക. അതായത് ലീഡിങ് സീറോസ് നമുക്ക് സിഗ്നിഫിക്കന്റ് ആയി വരുന്നില്ല. സോ ഇൻ ദിസ് കേസ് രണ്ട് ലീഡിങ് സീറോ ഉണ്ട്, അവരെ നമ്മൾ കണക്കാക്കുന്നില്ല. ബാക്കി നോൺ സീറോ ആയിട്ടുള്ളത് കണക്കാക്കുക. നമുക്കിവിടെ 328 3 അപ്പോൾ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. ട്രാപ്ഡ് സീറോസിന്റെ കേസ് വരികയാണെങ്കിൽ ട്രാപ്ഡ് സീറോസ് സിഗ്നിഫിക്കന്റ് ആയി കണക്കാക്കും. ഇവിടെ നമ്മള് നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയിലാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ട്രാപ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് കണക്കാക്കും. സോ ഇവിടെ നമുക്ക് 1, ഇവിടെ നമ്മൾ കണക്കാക്കണമെങ്കിൽ 2 3 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് ഇവിടെ. ട്രailing സീറോസിനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയി കണക്കാക്കാറില്ല അൺലെസ് ഡെസിമൽ വരികയാണെങ്കിൽ. ഇവിടെ നമ്മൾ ഡെസിമൽ ഇട്ട് കൊടുത്തിട്ടില്ല. സോ 40500 ആണല്ലോ, ഇവിടെ 3. സോ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കണോ? നമുക്ക് ഇതിന്റെ തന്നെ ഇനിയും കുറെ എക്സെപ്ഷൻ പോലെയൊക്കെ വരുന്നുണ്ട്. സോ അതിലോട്ട് കിടക്കാം. നമ്മളൊരു എക്സെപ്ഷൻ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രailing സീറോസിന്റെ കാര്യത്തിൽ. അതെന്താന്ന് പറഞ്ഞാൽ ട്രailing സീറോന് 2 കേസ് വരാം, ഡെസിമലും നോൺ ഡെസിമലും. ഡെസിമൽ ഒരു നമ്പർ തന്നു, അതിൽ എവിടെങ്കിലൊക്കെ ഒരു ഡെസിമൽ ഉണ്ട്, ട്രailing സീറോ ഉണ്ട്, അപ്പൊ അത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അതായത് ഇപ്പൊ ഡെസിമൽ ഇല്ലാത്ത ഒരു നമ്പറിൽ ട്രailing സീറോ ആണ് തരേണ്ടത് വന്നാൽ അത് നോൺ സിഗ്നിഫിക്കന്റ് ആണ്. എക്സാമ്പിൾ സൈഡ് കാണിച്ചു തരാം. 0.3800 എന്ന് ഞാൻ എഴുതിന് വെക്കുക. നിങ്ങൾക്കറിയാം ലീഡിങ് സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല, ഫസ്റ്റത്തെ റോൾ അതായിരുന്നു. സോ ഇത് സിഗ്നിഫിക്കന്റ് അല്ല. 3 8 ആണ്. ഇവിടെ ട്രailing സീറോ ആണ് ഈ 2 എണ്ണം. ട്രailing സീറോയിലെ ഇത് 2 ട്രailing സീറോ ആണ്. നമുക്കറിയാം ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു നമ്പറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡെസിമൽ പോയിന്റ് വന്നാണ് ഇവിടെ നമുക്കൊരു ഡെസിമൽ പോയിന്റ് കാണാം. സോ ഇവന് സിഗ്നിഫിക്കന്റ് ആയി എടുക്കും. ഇവിടെ ടോട്ടൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനിയിപ്പോ നോൺ ഡെസിമൽ ആണ്. ഇപ്പോ അപ്ലൈ എടുത്തൊരു എക്സാമ്പിൾ തന്നെ 40500. 4 ഉണ്ട്, ട്രാപ്ഡ് 0 5. അപ്പോൾ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവര് മൂന്നാമത്തെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ട്രailing സീറോ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഡെസിമൽ ഒന്നും ഇല്ല ഈ നമ്പറിന്. സോ ഈ സീറോസ് 2 നോൺ സിഗ്നിഫിക്കന്റ് ആണ്. ഇതൊന്ന് നല്ലോണം മനസ്സിലാക്കി എടുക്കുക. ട്രailing സീറോ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡെസിമല് വരികയാണെങ്കിൽ അവിടെ ആ ട്രailing സീറോനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയി കണക്കാക്കും. ഡെസിമലി വരുന്നില്ല എന്ന് വെച്ചാൽ ട്രailing സീറോസിനെ സിഗ്നിഫിക്കന്റ് ആയി കണക്കാക്കില്ല. അടുത്തൊരു ഇതിലോട്ട് കിടക്കാം. നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ സയന്റിഫിക് നോട്ടേഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ സയന്റിഫിക് നോട്ടേഷൻസ് എഴുതുക. ഞാൻ അതിപ്പോ തന്നെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ബട്ട് ജസ്റ്റ് അറിഞ്ഞു വെക്കുക, സയന്റിഫിക് നോട്ടേഷൻ എഴുതുന്ന സമയത്ത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണക്കാക്കുമ്പോൾ 10ന്റെ പവറിന്റെ ഭാഗം നമ്മൾ നോക്കുക പോലും ഇല്ല, അവിടുത്തെ ആവശ്യമില്ല. എന്നിട്ട് ഈ 10ന്റെ പവറിന്റെ ഭാഗം നോക്കാണ്ട് ഇപ്പുറത്തുള്ള ഡിജിറ്റ്സ് കണ്ടോ, അതിലെത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്നേ നമ്മൾ നോക്കുള്ളൂ. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ 10ന്റെ പവർ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നു. കൺവീനിയൻസിന് വേണ്ടി മായ്ച്ച് വേണമെങ്കിൽ കാണിച്ചാൽ 5.2. ഇവിടെ
2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2.03 ഇൻറ്റു 10⁻³ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ 10⁻³ കണക്കാക്കണ്ട സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കുമ്പോൾ. സോ ഇവിടെ നമുക്ക് വരുന്നത് ഇതൊരു ട്രാപ്ഡ് സീറോ ആണ്. സോ സിഗ്നിഫിക്കൻ്റ് ആയി കണക്കാക്കും. 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഇവിടെയും നമ്മൾ 10ന്റെ പവർ കണക്കാക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെയും ട്രാപ്ഡ് 0 1 2. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതെല്ലാം ഇവിടെയും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. സയന്റിഫിക് നോട്ടേഷനിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ചോദിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ 10ന്റെ പവറിനെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് ഇതിരിക്കുന്ന ഡിജിറ്റിന്റെ മാത്രം കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് റൗണ്ടിങ് ഓഫ് ആണ്. ഇതിൽ നമുക്ക് 4 കേസസ് ആണ് വരുന്നത്. ഇത് പ്രിസീഡിങ് ഡിജിറ്റ് ലെസ് ദാൻ 5 ആവുമ്പോൾ, പ്രിസീഡിങ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആവുമ്പോൾ, പ്രിസീഡിങ് ഡിജിറ്റുകൾ 5 തന്നെ ആവുമ്പോൾ. ഇവിടെ ഈ 5 തന്നെ ആവുമ്പോൾ നിങ്ങൾക്ക് വേറെ 2 കേസ് വരും കേട്ടോ. അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഒരു നമ്പർ എടുത്ത് എഴുതണം, 7.43 എന്ന്. ഇവിടെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പറിനെയാണ് നമ്മൾ കണക്കാക്കുക. സോ ഇവിടെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 എന്തുകൊണ്ടും 5നേക്കാൾ ചെറുതാണ്. ഇങ്ങനെ 5നേക്കാളും ചെറുതാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 നമ്പറിനെ അതേപോലെ എടുത്ത് തരും. സോ ഇതിൻ്റെ റൗണ്ട് ഓഫ് ചെയ്ത് വരുന്നത് 7.4 ആണ്. ഇനി എന്ന് പറയുന്നത് ഞാൻ വേറൊരു എക്സാമ്പിൾ ഇതേപോലെ തന്നെ 7.46 എന്ന് എഴുതി. ഇവിടെ 5നേക്കാൾ ഗ്രേറ്റർ ആണ്. 6 ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തുള്ള നമ്പർ കണ്ടാ ഈ ഒരു 4 1 ആഡ് ആക്കി കൊടുക്കും. അപ്പോൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് കിട്ടുക 7.5 എന്ന് വരും. 2 കേസസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. 5നേക്കാട്ടിലും ചെറുതാണെന്ന് പറഞ്ഞാൽ അതേപോലെ എടുത്ത് എഴുതുക. 5നേക്കാട്ടിലും വലുതാണെന്ന് പറഞ്ഞാൽ 1 ആഡ് ആക്കുക. ഇനി 5നോട് ഈക്വൽ വരുമ്പോഴാണ് 7.35 എന്ന് എഴുതി. ഇപ്പം ഇവിടെ 5 മാത്രമാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഡിജിറ്റ് ഓഡാണോ ഈവൺ ആണോ എന്നുള്ളത് കണക്കാക്കണം. അതായത് ഈവൺ ആണെങ്കിൽ മനസ്സിലാക്കുക നോ ചേഞ്ച് ആണ്. സോ ഈവൺ ആണെങ്കിൽ നമ്മൾ 7.4 ആണ് ഇതിൻ്റെ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ളത്. എഴുതി കാണിച്ചിട്ടാ. അപ്പോൾ proceeding number is even, so no change ആണ്. ഓഡ് നമ്പർ വന്നാൽ നിങ്ങൾ 1 കൂട്ടുക. 5ന് ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്തുള്ള നമ്പർ ഓഡാണെങ്കിൽ 1 കൂട്ടുക. സോ ഇവിടെയും 7.4 ആണ് നിങ്ങൾക്ക് വരിക. നാല് കേസസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ 5നേക്കാട്ടിലും ചെറുതാണെങ്കിൽ നോ ചേഞ്ച് ആണ്. 5നേക്കാട്ടിലും വലുതാണെങ്കിൽ 1 ആഡ് ആകുക. 5 തന്നെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈവൻ നമ്പർ ആണെങ്കിൽ നോ ചേഞ്ച്, ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടുക. ഇത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. നോട്ടേഷൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പറുകളോ വളരെ വലിയ നമ്പറുകളോ നമ്മൾ 10ന്റെ പവറായിട്ട് എഴുതുന്നത് തന്നെയാണ് സയന്റിഫിക് നോട്ടേഷൻസ് എന്ന് പറയുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 58 ഉണ്ട്, പിന്നാലേക്ക് 4 0 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 10⁻⁻4 എഴുതാം. പിന്നാലേക്കാണെന്ന് പറഞ്ഞാൽ കുറയും, ഉമ്മറത്തോട്ടാണെന്ന് പറഞ്ഞാൽ കൂടും. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് 58 × 10⁻⁻4 എന്ന് എഴുതാം. പക്ഷെ നമ്മൾ സാധാരണഗതിക്ക് സയന്റിഫിക് നോട്ടേഷൻസ് എഴുതുമ്പോൾ ഡെസിമൽ പോയിന്റ്സ് വെച്ചിട്ടാണ് എഴുതുക. ഒരു ഡെസിമൽ ഇൻറ്റു 10ന്റെ പവർ എന്ന രീതിക്കാണ് എഴുതുക. സോ നമുക്ക് ഇവിടേക്ക് ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്യണം. സോ ഇതിന് നമുക്ക് പോയിന്റ് ആക്കി എഴുതുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇത് കുറയും.
ഇടതിൽ നിന്ന് വലതിക്കാണ് പോകുന്നത് പറഞ്ഞാൽ 10ന്റെ പവർ കുറയുകയും വലതിൽ നിന്ന് ഇടത്തോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ 10ന്റെ പവർ കൂടുകയാണ് ചെയ്യുക. ഇതിന് നമുക്കിപ്പോ 58 × 10⁴ എന്ന് എഴുതാൻ പറ്റും. 4 പൂജ്യമുള്ളതുകൊണ്ട് നമുക്ക് വലത്തോട്ടാണ് വലതിൽ നിന്ന് ഇടത്തോട്ടാണ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ നമുക്കിതിനെ 5.8 × 10⁵ എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നോക്കുക, ഇതേ തന്നെയാണ് വീണ്ടും നോക്കുക. 5.8 × ഇതേ തന്നെയാണ് വേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, ഇടതിൽ നിന്ന് വലതോട്ട് പോകുമ്പോ പവർ കൂടും. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിച്ചതാ. ലെഫ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ 10ന്റെ പവർ കൂടും, റൈറ്റിലോട്ട് പോകുമ്പോൾ 10ന്റെ പവർ കുറയും. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത്. സോ ഇവിടെ 10ന്റെ പവർ കുറഞ്ഞു. നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ 10ന്റെ പവർ കൂടുകയാണ് ചെയ്യുക. നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സയന്റിഫിക് നൊട്ടേഷൻസ് തമ്മിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാൽക്കുലേറ്റർ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുന്നു 3.8 × 10⁻² മൾട്ടിപ്ലൈഡ് ബൈ 4.6 × 10⁴ വെക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെസിമൽ ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇവര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം. നിങ്ങൾക്ക് അപ്പൊ വരും 3.8 × 4.6 = 17.48 എന്ന് വരും. എക്സ്പോണൽ റൂൾസ് അറിയാത്തവർക്ക് ഞാൻ 4 എക്സ്പോണൽ റൂൾസ് എഴുതി കാണിച്ചു തരാം. 4 എനിക്കറിയണ എഴുതി കാണിച്ചു തരാം. 4 ഉണ്ടാവുന്നില്ല. എക്സ്പോണന്റ് റൂൾ എന്ന് പറഞ്ഞാൽ a⁻m × a⁻n = a⁻m+n എഴുതാൻ പറ്റും. അതേപോലെ a⁻m / a⁻n = a⁻m−n എന്ന് എഴുതാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസസ് സെയിം ആയിരിക്കണം, ഒരേ ബേസ് ആയിരിക്കണം, ഡിഫറെന്റ് എക്സ്പോണന്റ് ആകാം. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ വരുന്നത്, നമ്മൾ ആദ്യം ഇതിന് ചെയ്തു. ഇനി നമുക്ക് 10ന്റെ പവറുകളിൽ വെച്ച് ഡീൽ ചെയ്യാം. നമുക്കറിയാം 10 രണ്ടും ഒരേ ബേസ് ആണ്. നമുക്കപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. നമുക്കപ്പോൾ ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ 10⁻² × 10⁴ എന്ന് പറഞ്ഞാൽ 10⁻² + 4 നമുക്ക് 10⁻6 എന്ന് കിട്ടും. ഇതിനെ സയന്റിഫിക് നൊട്ടേഷൻ ആക്കണമെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റ് പിന്നോട്ടാക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റിക്ക് ആക്കുമ്പോൾ 1.748 ലെഫ്റ്റിക്ക് ആക്കുമ്പോൾ കൂടും എന്നാണ് പറഞ്ഞത്. സോ 10⁻7 എന്ന് വരും. നിങ്ങളുടെ ഫൈനൽ ആൻസർ അതായിരിക്കും. കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കണമെങ്കിൽ നോക്കാം. 3.8 × 10⁻² multiplied by 4.6 × 10⁴ = ഈ ഒരു നമ്പറാണ് വരുന്നത്. ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇതേ തന്നെയാണ് ഡിവിഷന്റെ ഭാഗത്തും വരിക. ഈ നമ്പർ വെച്ചാൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൽ പലപ്പോഴും റോങ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം എനിക്കും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സയന്റിഫിക് നൊട്ടേഷൻസിന്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. എനിക്ക് വരുന്ന തെറ്റുകളൊക്കെ തിരുത്താൻ നിങ്ങൾ കമന്റ് ബോക്സ് ഉപയോഗിക്കുക. എനിക്ക് വളരെ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. എനിക്ക് എന്തായാലും തെറ്റുകൾ വരും, അത് ശരിയാക്കി തരാനുള്ള മനസ്സ് കാണിക്കുക. സോ ഇതേ നമ്പേഴ്സ് നമുക്ക് ഡിവൈഡും ചെയ്ത് നോക്കാം. divided by
നിങ്ങൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സിന്റെ ആദ്യം ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് വരും 3.8 0.82. എക്സ്പോണൽ റൂൾ പ്രകാരം നമുക്കറിയാം a/m/a/n = a/m-n. m 2 ആണ്, n 4 ആണ്. സോ നമുക്ക് 2 - 4 എഴുതാം, വിച്ച് ഈസ് -2. സയന്റിഫിക് നോട്ടേഷനിലോട്ട് മാറ്റണമെങ്കിൽ 0 ഇവിടെ വരാൻ പാടില്ല. 0ന് അപ്പുറത്ത് ഒരു നോൺ സീറോ ഡിജിറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് വരേണ്ടത്. സോ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. 8.26 ഇൻറ്റു റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ പവർ കുറയുകയാണ് ചെയ്യുക. സോ 10⁻³ എന്ന് വരുന്നത്. ഐ ബിലീവ് ഇത് തന്നെയാണ് ഉത്തരം എന്നാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് വളരെ തെറ്റി വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ തെറ്റുകൾ തിരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ പറഞ്ഞു തരിക, എനിക്ക് ഇനി മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറഞ്ഞോ, റൗണ്ടിങ് ഓഫ് പറഞ്ഞോ, സയന്റിഫിക് നോട്ടേഷൻസും പറഞ്ഞോ. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അധികം ഒന്നും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു 3 ടോപ്പിക്ക് മാത്രം കവർ ചെയ്യണമെന്നായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ടോപ്പിക്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒരുപോലെ ആവശ്യം വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ അതും എടുത്ത് നിൽക്കണം. നാളെ തൊട്ട് ഞാൻ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ അതെടുത്ത് തുടങ്ങും നാളെ. നമ്മളങ്ങനെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററും അതിലെ ടോപ്പിക്സും എല്ലാം സക്സസ്ഫുള്ളി വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. സോ നാളെ ഞാൻ യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ് വഴി വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.